ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital. टूटे हुए सपने की सुने कौन सिसकी, अंतर को चीर व्यथा पलकों पर ठिठकी, हार नहीं मानूंगा रार नहीं ठानूंगा, काल के कपाल पर लिखता मिटाता हूँ दीप नया गाता दीप नया. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വിശാലമായ ആകാശത്ത് സൗമ്യതയുടെയും വാഗ്മിത്വത്തിന്റെയും രാഷ്ട്രസ്നേഹത്തിന്റെയും പ്രതീകമായി നിറഞ്ഞുനിന്ന നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. കവിയും പത്രപ്രവർത്തകനും പാർലമെന്റേറിയനും പ്രഗത്ഭനായ ഭരണാധികാരിയുമായിരുന്ന വാജ്പേയി ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ സംഭാവനകളിലൂടെ ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം നേടി. 1924 ഡിസംബർ 25 ഗ്വാളിയോറിലാണ് ജനനം. ചെറുപ്പം മുതലേ സാഹിത്യത്തിലും പൊതുപ്രവർത്തനത്തിലും സജീവമായി. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലുമെത്തി. തന്റെ പ്രസംഗങ്ങളിലൂടെ ആശയങ്ങളെ ലളിതമായും ശക്തമായും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അസാധാരണമായ കഴിവ് വാജ്പേയിക്കുണ്ടായിരുന്നു. सीमाओं पर खड़ी हुई सेनाएं जागती रहे, जिससे कोई सीमाओं का अतिक्रमण न करने पाए. हम किसी को बुरी नजर से नहीं देखेंगे, मगर हम कमजोर भी नहीं होंगे कि किसी को हमें बुरी नजर से देखने का लालच पैदा हो जाए. ഇന്ത്യൻ ജനസംഘത്തിന്റെ നേതാവായും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായും അദ്ദേഹം പ്രവർത്തിച്ചു. നിരവധി തവണ ലോക്സഭാംഗമായ വാജ്പേയി പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു. രാഷ്ട്രീയ എതിരാളികളോട് പോലും ബഹുമാനത്തോടെ സംവദിച്ച അദ്ദേഹത്തിന്റെ ശൈലി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട മാതൃകയായി. 1996 ആദ്യമായി പ്രധാനമന്ത്രിയായെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ സർക്കാർ അധികകാലം നീണ്ടില്ല. പിന്നീട് 1998 99 അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായി. 98 പൊക്രാൻ ആണവ പരീക്ഷണങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദേശീയപാത പദ്ധതികൾക്കും നൽകിയ ഊന്നലും അയൽ രാജ്യങ്ങളുമായുള്ള സമാധാന ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന അധ്യായങ്ങളായി. ലാഹോർ ബസ് യാത്രയിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ സമാധാനത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമിടാൻ വാജ്പേയിക്ക് സാധിച്ചു. അതേസമയം കാർഗിൽ യുദ്ധകാലത്ത് രാജ്യത്തിന്റെ നേതൃത്വവും അദ്ദേഹം ഉറച്ച നിലപാടോടെ ഏറ്റെടുത്തു. വികസനവും ദേശീയ സുരക്ഷയും സമാധാനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ സവിശേഷത. രാഷ്ട്രീയത്തിനപ്പുറം വാജ്പേയി ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രതീക്ഷയും വേദനയും ദേശസ്നേഹവും മനുഷ്യജീവിതത്തിന്റെ ആഴമുള്ള അനുഭവങ്ങളും നിറഞ്ഞു നിന്നു. വാക്കുകളെ രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം മനുഷ്യഹൃദയവുമായി ബന്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1992 പത്മവിഭൂഷണും 2015 പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2018 ഓഗസ്റ്റ് 16 93 വയസ്സിൽ അടൽ ബിഹാരി വാജ്പേയി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലും രാഷ്ട്രീയ സംവാദങ്ങളിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. വാജ്പേയിയുടെ സ്മൃതിദിനം ഒരു നേതാവിനെ ഓർക്കുന്ന ഒരു ദിവസം മാത്രമല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സംവാദത്തിനും ജനാധിപത്യത്തിനും മാനവികതയ്ക്കും ഇടം നൽകേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വാക്കുകളിൽ കവിയും പ്രവർത്തനത്തിൽ രാഷ്ട്രതന്ത്രജ്ഞനും ജനാധിപത്യത്തിൽ വിശ്വാസമർപ്പിച്ച നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിക്ക് ജനം ടിവിയുടെ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital.